നിങ്ങൾക്കുള്ള മറുപടി ഞാൻ പിന്നീട് തരാം. ഇപ്പൊ എന്നെ പോകാൻ അനുവദിക്കുക പ്ലീസ്. അങ്ങോട്ട് പോകരുത്. വർമ്മ സാറേ അകത്തേക്ക് വരും. ദീപക് സർ, വർമ്മ സാറിന് ഋതിക മാഡത്തോടും രാജുവിനോടുള്ള പ്രശ്നമൊക്കെ ഈ കൂടിക്കാഴ്ചയോടെ അവസാനിക്കുമല്ലേ? താനൊരു കാര്യം ചെയ്യും, അകത്തേക്ക് കയറിച്ചല്ലേ. അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലാന്ന് തനിക്ക് തോന്നിയാ താൻ ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക. മനുഷ്യരുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴോ ഒരു വർമ്മ സാറ് ആദ്യമായിട്ടാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ കയറുന്നതല്ലേ. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ, ക്ഷമിക്കണം സാറേ. രാജു, നീ എന്താ മിണ്ടാതിരിക്കണേ? വർമ്മ സാറിനോട് എന്തെങ്കിലും സംസാരിക്കണമോനെ? അച്ഛാ, വർമ്മ സാറേ, കൂടെയുള്ളവരെങ്ങടെ അകത്തേക്ക് വിളിച്ചാലേ ഞങ്ങൾക്ക് ഊണ് വിളമ്പായിരുന്നു. ക്ഷമിക്കണം, ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഇമേജ് കൂടുതൽ സ്പോയിലാവുമായിരുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുമെന്ന് നാട് മുഴുവൻ അത്രയ്ക്ക് പബ്ലിസിറ്റി ആണല്ലോ ഇവൻ കൊടുത്തത്. അതുകൊണ്ട് മാത്രമാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നോട് ഇവർ രണ്ടുപേരും ചെയ്ത ചതിക്ക് പക വീട്ടാനൊന്നും ഞാൻ നിന്നില്ലല്ലോ. ഞാനും ഒരു മനുഷ്യനാ, ഈഗോയും വാശിയും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ. വർമ്മ സാറിന്റെ മനസ്സിന്റെ വിഷമമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്കൊക്കെ വർമ്മ സാർ തന്നിട്ടുള്ള സ്ഥാനവും ആദരവും ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. ഋതിക മാഡവും രാജുവും വർമ്മ സാറിനോട് ചെയ്ത് വലിയ തെറ്റാ. ഋതിക മാഡത്തിനെ രാജു ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോ രണ്ടാളെയും പറഞ്ഞു മനസ്സിലാക്കി മാഡത്തെ വർമ്മ സാറിന്റെ അടുത്തേക്ക് തിരിച്ചുകൊണ്ടൊന്ന് ഏൽപ്പിക്കണമെന്ന് എനിക്കും രാധയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയമായിരുന്നു. ഒന്നും മറക്കാനും പൊറുക്കാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. രാജുവായുള്ള ആത്മബന്ധത്തിൽ വർമ്മ സാറിന് ലഭിച്ച സഹോദരിയാണെന്ന് ഞാനൊന്നൊരിക്കൽ ആ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അത് കേട്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ആ സ്ഥാനം ഇപ്പോഴും വർമ്മ സാറിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഒരിറ്റ ആഹാരം കഴിച്ചിട്ടേ ഇവിടുന്ന് മടങ്ങാവൂ. അത് പുറത്തു നിൽക്കുന്നവരെ ബോധിപ്പിക്കാനല്ല, ഈ പാവങ്ങളുടെ അപേക്ഷയാണ്. ദാ മോളെ,
മനസ്സില് ഒരുപാട് പ്രശ്നങ്ങളും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ ആഹാരം കഴിച്ചു. പണ്ടെങ്ങോ ഏറെ പ്രിയത്തോടെ രുചിച്ചിരുന്ന ചില സ്വാദുകൾ തിരിച്ചു കിട്ടിയതുപോലെ. ഭംഗിവാക്കല്ല, സത്യമാ. ഇതിരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. അയ്യോ വർമ്മ സാറെ, ഞാനല്ല ഇതൊന്നും ഉണ്ടാക്കിയത്, ഋതിക മോളാ. മോളെ, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചോ? മേഡം, വാങ്ങിച്ചോ മോളെ? വാങ്ങിക്കും മേഡം. ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. സർ, മകളുമായുള്ള സാറിന്റെ പിണക്കം സാറിനോട് വിരോധമുള്ളവർ പറഞ്ഞു പരത്തിയതാണെന്നും സർ മകളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നും ബ്ലോഗർ അരുൺ നാരായണൻ പറഞ്ഞത് സത്യമായിരുന്നോ സർ? ഇത് എത്രാമത്തെ തവണയാണ് സർ സാറിന്റെ മകളെ കാണാൻ ഇവിടെ എത്തുന്നത്? മകളെയും മരുമകനെയും ഇന്ന് തന്നെ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകുമോ? ഇലക്ഷൻ മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മകളുമായി പ്രശ്നമൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വർമ്മ സാർ നടത്തുന്ന നാടകമാണിതെന്നൊരു വാദമുണ്ട്. അതിനെക്കുറിച്ച് സർ എന്ത് പറയുന്നു? നിങ്ങളെല്ലാവരോടും പിന്നെ ഈ അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ഇത് എന്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എന്റെ വ്യക്തി ജീവിതം രാഷ്ട്രീയ ജീവിതവുമായി ഏറെ ബന്ധപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ എന്റെ കുടുംബകാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ ആവണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. സോ പ്ലീസ് ഒന്ന് മാറി. സാർ പറഞ്ഞില്ലേ, പ്ലീസ് മാറങ്ങോട്ട്. വാ. അച്ഛൻ വന്നതിന്റെ സന്തോഷം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? ഇനി എന്നാണ് വർമ്മ സാർ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞായിരുന്നോ? അച്ഛൻ പറഞ്ഞ അതേ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ എനിക്കും. ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ ജീവിതത്തിലെ വളരെ പേഴ്സണലായ നിമിഷങ്ങളാണ്. ജനങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കാനുള്ള മടി കൊണ്ടൊന്നുമല്ല. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ മെനക്കിടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്താനാവും. നിങ്ങൾ ദയവേത് വർമ്മ സാറിന്റെ പേഴ്സണൽ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തി കഥകൾ മെനഞ്ഞ് അദ്ദേഹത്തെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കരുത്. മകള് വീട്ടിലേക്കൊന്ന് വരാൻ ക്ഷണിച്ചു. അച്ഛൻ മകളെ കാണാൻ വന്നു. എല്ലാ കുടുംബങ്ങളിലും നടക്കാറുള്ള വളരെ ചെറിയൊരു കാര്യം, പക്ഷേ വലിയ സന്തോഷം. അത്രേ ഉള്ളൂ. മാഡം വരൂ. ഭാര്യ ഇപ്പോഴും മാഡം എന്നാണോ അഭിസംബോധന ചെയ്യുന്നത്? വിളിച്ച് ശീലിച്ചത് അങ്ങനെയാണ്. ശീലങ്ങള് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ട കാര്യം വരുന്നില്ലല്ലോ. ദയവേത് ഇനി ഇതും ഒരു വാർത്തയാക്കരുത്. വരും മാഡം. രാജു, വേറെന്തെങ്കിലും പറയാനുണ്ടോ? രാജു. ഹലോ, പറ രമേ. അംബിക മേഡത് എവിടെയാ? ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? ഞാൻ ന്യൂസ് കണ്ടിരുന്നു രമ്യേ. എന്താ മേഡം ഇത്? ഞാനിവിടെ സദാസമയം എന്താ കിട്ടുന്നതെന്ന് നോക്കി രാജുവിന്റെ വീടിന്റെ പരിസരത്താ. വർമ്മ സാർ ഇവിടെ വന്നതും സ്നേഹബന്ധം പുതുക്കിയതും ഒക്കെ അംബിക മേഡത്തിന്റെ പിടിപ്പുകേടാ. അംബിക മേഡം എന്താ ഇങ്ങനെ തീരെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നേ? എന്റെ പൊന്നി രമ്യേ, ഒന്ന് ക്ഷമിക്കേ. ഞാനും ദീപക്കും ഒരു ഫംഗ്ഷനിലായിരുന്നു. നിങ്ങള് ഫംഗ്ഷനും കൂടി നടന്നോ? നാളെ അച്ഛനും മകളും ഒന്നായി രാജുവിനെ വർമ്മ സാറ് മരുമകനായി അംഗീകരിക്കുന്ന ദിവസം വരുമ്പോഴേ നിങ്ങൾ പഠിക്കൂ. മോളെ രമ്യേ,
നീ കണ്ടോ? പ്രതാപൻ അവിടേക്ക് വന്നത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ആ പണിക്ക് മറുപണി കൊടുക്കാനുള്ള ഗഡ്സും ഈ അംബികയ്ക്കുണ്ട്. അല്ല, നീ എന്താ വിചാരിച്ചത്? പ്രതാപൻ ഋതികയെ കാണാൻ വന്നത് സാരമില്ലാന്ന് വെച്ച് ഞാൻ ക്ഷമിക്കുന്നോ? ഋതിക നെഞ്ചു പൊട്ടി കരയുന്നത് നിനക്ക് കാണണ്ടേ? കാണണം. എങ്കിലേ കണ്ണു തുറന്നിരുന്നോ നീ. അവൾക്കുള്ള അടുത്ത കെണി ഞാൻ ഒരുക്കി കഴിഞ്ഞു. ഋതിക മാഡം, ജ്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചേക്ക് രാജു, ദാ വരുന്നു. ആ മാഡം, എന്തു പറ്റി മാഡം? ഓ, ഇത് കുക്കിങ്ങിനിടയ്ക്ക് പൊള്ളിയതല്ലേ? തേൻ പുരട്ടിയിട്ടും പൊള്ളൽ അറിയില്ലല്ലോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് വിരിക്കാനെടുത്തപ്പോ അതൊക്കെ ഞാൻ ചെയ്തേനല്ലോ. വെറുതെ മാഡം എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയേ? ഇവിടെ എവിടെയോ ഓയിൻമെന്റ് ഉണ്ടായിരുന്നല്ലോ. മാഡം ഒന്ന് വെയിറ്റ്, ഞാൻ പോരാ. മാഡം, കൈ കാണിച്ചേ. മാഡം, ഋതിക മാഡം, ഋതിക മാഡം, ആ മാഡം, ജ്യൂസ് അവിടെ ഇരിക്ക. നീ ഉറക്കം നടിക്കുകയാണെന്ന് എനിക്കറിയാം രാജു. എന്റെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞപ്പോഴും ഓരോ തവണ എന്നിൽ നിന്ന് നീ അകലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും കാലം നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്ത? നീ അംഗീകരിക്കുന്നില്ലെങ്കിലും എല്ലാവരുടെ മുന്നിൽ ഞാനെന്ന് നിന്റെ ഭാര്യയെ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ലവ് യു രാജു. ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ മാഡം? ഓഫ് ചെയ്യാൻ പോവാ. അതെ സർ. ഓക്കെ, ശരി സർ. ഓക്കെ സർ. യാമിനി, യാമിനി. എന്താ ശേഖരേട്ടാ? എനിക്ക് എത്ര കോളാ വന്നേന്നറിയോ? ചേട്ടനെ നേരിട്ട് വിളിച്ച് ചോദിക്കാൻ പേടിയായിട്ട് എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കുന്നേ. നടന്നൊക്കെ സത്യമാണോ? ചേട്ടന് ഋതുമോളോടുള്ള ദേഷ്യമൊക്കെ തീർന്നോന്ന്? എനിക്കും കുറെ കോൾസ് വന്നിരുന്നു. പ്രതാപേട്ടൻ രാജുവിന്റെ വീട്ടിൽ പോയി ഋതികയെ കണ്ടതില് എല്ലാവർക്കും വലിയ സന്തോഷം ശേഖരേട്ടാ. അതെ സുമാരേട്ടാ. ഇല്ല, അക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചില്ല. അവളെ കാണാൻ പോയതിന് ഒന്ന് പ്രശംസിച്ചു. പിന്നെ സിഎം സംസാരിച്ചതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാ. ഇല്ല, ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ ശരി സുമാരേട്ടാ, ഗുഡ് നൈറ്റ്. ചേട്ടാ,
ചേട്ടൻ ഋതുമോളെ കാണാൻ പോയ കാര്യത്തെക്കുറിച്ചാണോ CM ചേട്ടനെ വിളിച്ചപ്പോ സംസാരിച്ചത്? അതെ. ഞങ്ങൾക്കും ഒരുപാട് കോൾസ് വന്നിരുന്നു പ്രതാപേട്ട. 1-2 മണിക്കൂർ ഫോൺ താഴെ വെക്കാൻ സമയം കിട്ടിയില്ല. രാജുവിന്റെ ഐഡിയ നന്നായി വർക്കൗട്ടായി അല്ലേ? ഇപ്പൊ TV വെച്ചാലും സോഷ്യൽ മീഡിയ നോക്കിയാലും ചേട്ടൻ ഋതുമോളെ കാണാൻ പോയതാ ചർച്ചാ വിഷയം. അങ്ങനെ ആ പ്രശ്നം തീർന്നു. എന്ത് പ്രശ്നം തീർന്നു? അല്ല, ചേട്ടന്റെ പേരിലുണ്ടായിരുന്ന ചീത്തപ്പേര് മാറിയല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പ്രതാപേട്ടൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഋതുമോളെ ചേട്ടനൊന്ന് കാണാൻ ചെന്നപ്പോ ഇത്രയും പോസിറ്റീവായിട്ടാണ് അഭിനന്ദനങ്ങളും വാർത്തകളും വന്നെങ്കിൽ ഋതുമോളെ കൂടെ രാജുവിനെയും കൂടെ ഒന്ന് ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും സന്തോഷാവും. ചിലർക്കൊക്കെ 100% ഉറപ്പും വരും. എന്തുറപ്പ്? അത് ചേട്ടാ, എന്നെ ഫോൺ ചെയ്ത് 1-2 പേര് ചോദിച്ചു, ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പേരിന് ഒന്ന് മകളെ കാണാൻ പോയതല്ലേ ചേട്ടനെന്ന്. അതങ്ങനെയല്ലാന്ന് മറ്റുള്ളവരെ നമുക്ക് ബോധിപ്പിക്കണ്ടേ? അതെ ചേട്ടാ, യാമിനി പറഞ്ഞാൽ ശരിയാ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എന്താ വേണ്ടത്? സംസാരിക്കാനും ഷെയർ ചെയ്യാനും ചൂടുള്ളൊരു വാർത്ത വേണം. 1-2 തവണ അവരിങ്ങോട്ടും വന്ന് നമ്മൾ അങ്ങോട്ടും പോയി നിന്നാ പിന്നെ ആളുകളും മീഡിയകളും ഒന്നും ഇക്കാര്യത്തിൽ വലിയ പ്രിയം കാണിക്കില്ല. അവരൊക്കെ മറ്റെന്തെങ്കിലും വാർത്തകളുടെ പിന്നാലെ വെക്കോളും. അങ്ങനെ ഒരു സബ്ജക്ട് വിട്ടില്ലെങ്കിലോ? നാട്ടുകാരും മീഡിയക്കാരും മന്ത്രി പ്രതാപ വർമ്മയുടെയും മകളുടെയും ജീവിതത്തെ തന്നെ ഫോക്കസ് ചെയ്ത് തുടരാനാണ് ഉദ്ദേശമെങ്കിലോ? ചെറിയമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞെന്തിനാ അമ്മാനെ കൺഫ്യൂസ് ആക്കുന്നത്? അവൾ ഈ കുടുംബത്തോട് ചെയ്തതൊക്കെ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്നത്? ദീപകേ, നീ മിണ്ടാതിരിക്കേ. അമ്മേ, ഞാൻ മിണ്ടാതിരിക്കാൻ. പ്രതാപ, ശേഖരൻ പറഞ്ഞതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ഋതുമോളെയും രാജുവിനെയും ഈ വീട്ടിലേക്ക് അതിഥികളായി ക്ഷണിച്ചു വരുത്തി നിനക്ക് രാജുവിന്റെ വീട്ടിൽ നിന്നും ലഭിച്ച സൽക്കാരം അവർക്ക് തിരിച്ചു നൽകണമെന്നുണ്ടോ? എന്താ ചേച്ചിയുടെ അഭിപ്രായം? ഋതുമോളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് നീ വിചാരിക്കരുത്. ഋതുമോളെയും രാജുവിനെയും ഈ വീട്ടിലേക്ക് ക്ഷണിക്കണം. അവർക്ക് നൽകേണ്ട മര്യാദ നൽകി അവരെ ക്ഷണിക്കണം, സൽക്കരിക്കണം. അതും വാർത്തയാവട്ടെ, സംസാര വിഷയമാവട്ടെ. വേണ്ടത് എന്താന്ന് വെച്ചാ ചേച്ചി. യാമിനി, ഡിന്നർ റെഡിയല്ലേ? റെഡിയാ പ്രതാപേട്ട. എടുത്തു വയ്ക്കാം. ഞാൻ എടുത്തു വെക്കാം. ശേഖര, വാ. മോളെ, മോളെ, വാതില് തുറക്ക്. മോളെ, മോനെ, രാജു. അയ്യോ അമ്മ, ഋതിക മേഡം വാതിലോർക്ക്. എന്താ രാധമേ? ദാ വെള്ളം. മോളിന്ന് വളരെ കുറച്ച് ഭക്ഷണമല്ലേ കഴിച്ചുള്ളൂ. രാത്രിയിൽ ഞാൻ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് ശീലിച്ചു പോയതുകൊണ്ടാ രാധമ്മ. എന്തോ കഴിക്കുമ്പോ കുട്ടികള് വയറ് നിറച്ച് ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്കെന്തോ വല്ലാത്ത വിഷമാ. എന്റെ പൊന്നു രാധമ്മയല്ലേ, വിഷമിക്കല്ലേ. ഞാൻ രാധമ്മ പറയുന്നത് പോലെ വയറ് നിറച്ച് കഴിച്ചോളാം. ശരി മോളെ. കണ്ടോടാ മോൾ ഇന്ന് എത്ര സന്തോഷത്തിലാണെന്ന്. അത് പിന്നെ വർമ്മ സാറ് ആദ്യമായി ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന ദിവസമല്ലേ? ഇന്നത്തെ ഈ സന്തോഷം കാണുമ്പോ ഇതിനൊക്കെയുള്ള സ്പെഷ്യൽ ട്രീറ്റ് വേണം കേട്ടോ ഋതിക മേഡം. ചുമ്മാരിയടാ, മോളോടാണോ നീ ട്രീറ്റ് ചോദിക്കുന്നത്?
ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക രാധമേ. അയ്യടാ, അവന്റെ മോഹം കണ്ടില്ലേ, ചമ്മിപ്പോയി. ഇത് യാമിനി മേഡം ആണല്ലോ. ഹലോ യാമിനി മേഡം. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ രാജു ചെറിയമ്മ പറഞ്ഞത്? അച്ഛൻ ഇവിടെ വന്നത് പ്രശ്നമായോ? എന്താ രാജു? അത് ഋതിക മേഡം,